നമസ്കാരം. HSS റിപ്പോർട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എക്സാം കഴിഞ്ഞ് എക്സാം സെറ്റിൽമെൻറ്റിനെ പറ്റി ചെറിയൊരു സംശയം അധ്യാപകരുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ട് അറിഞ്ഞതുകൊണ്ടാണ്. കാരണം മാർച്ച് എക്സാമിലൊക്കെ നമ്മൾ അഡ്വാൻസ് നിർബന്ധമായി എടുക്കാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അഡ്വാൻസ് എടുത്ത് സ്പെഷ്യൽ TSBയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അഡ്വാൻസ് എടുത്ത് സ്പെഷ്യൽ TSBയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാത്ത സ്കൂളുകളാണ് അധികവും. അതുകൊണ്ട് സ്പെഷ്യൽ TSBയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തവർക്കുള്ള പ്രൊസീജിയറുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിസ്കസ് ചെയ്തിരുന്നത്. കാരണം സ്പെഷ്യൽ TSBയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡിങ്സ് വഴി TSB പ്രൊസീഡിങ്സ് വഴി മാത്രമേ നമുക്ക് റെമ്യൂണറേഷൻ എമൗണ്ട് ടീച്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം അഡ്വാൻസ് എടുത്തവർക്ക് അതേ രീതി തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്ക് നമുക്ക് പണ്ട് നടത്തിയിരുന്ന ബിൽ എൻട്രി ആ രീതിയിലൂടെ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടത്, അഡ്വാൻസ് എടുക്കാത്തവർക്ക്. അപ്പോൾ ബിൽ എൻട്രി നമുക്ക് പണ്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. ബിൽ എൻട്രി ക്ലിക്ക് ചെയ്യുക. നേച്ചർ ഓഫ് ക്ലെയിം, കണ്ടിൻജൻറ്റ് പേയ്മെൻറ്റ്, ഡീറ്റെയിൽഡ് ഹെഡ്, അതർ ഐറ്റംസ് കൊടുക്കുക. കൺട്രോളിംഗ് ഓഫീസർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഹെഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്, കാരണം ക്ലെയിമിനനുസരിച്ച്. ബാലൻസ് എമൗണ്ട് 7500 രൂപയായിരിക്കും എല്ലാവർക്കും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കൊരു ടോക്കൺ അലോട്ട്മെൻറ്റും കൂടെ ചേർത്തിട്ടാണ് 7600 എന്ന് പറയുന്നത് കിടക്കുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ടൈപ്പ് ഓഫ് ബിൽ സെറ്റിൽമെൻ്റ് ആണ്. നമുക്ക് എക്സാം കഴിഞ്ഞ് അഡ്വാൻസ് എടുക്കാൻ കഴിയില്ല. സെറ്റിൽമെൻ്റ് ആണ്. അഡ്വാൻസ് ടേക്കൺ, അഡ്വാൻസ് എടുത്തവരാണെങ്കിൽ എസ് കൊടുക്കണം. അത് സ്പെഷ്യൽ TSBയിലേക്ക് അഡ്വാൻസ് എടുത്തിട്ട് ഡിസ്പേഴ്സ്മെൻറ്റ് കഴിഞ്ഞ് ആണെങ്കിലും ഈ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അഡ്വാൻസ് ടേക്കൺ എസ് കൊടുത്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ അഡ്വാൻസ് എടുക്കാത്തവരുടെ കേസിൽ ജസ്റ്റ് സെറ്റിൽമെൻറ്റ് എടുക്കുക, അഡ്വാൻസ് ടേക്കൺ നോ കൊടുക്കുക, സേവ് ക്ലിക്ക് ചെയ്യുക. ക്ലെയിം എൻട്രിയുടെ ഡീറ്റെയിൽസ് വരും. ക്ലെയിം ഡീറ്റെയിൽസ് കൊടുക്കുക. ക്ലെയിം ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലെയിം ഈ മാസമാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രം ടു ഡേറ്റ് കൊടുക്കുക. ദെൻ ഡിസ്ക്രിപ്ഷൻ എക്സാം 2020 സെറ്റിൽമെൻറ്റ്, സാങ്ഷൻ ഓർഡർ നമ്പർ കൊടുക്കുക. സാങ്ഷൻ ഓർഡർ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് നമുക്ക് മൊത്തത്തിൽ ജില്ലയ്ക്ക് ഒരുമിച്ചാണ് വന്നിരുന്നത്. അതിന് സൂട്ടബിളായിട്ടുള്ള ഡോക്യുമെൻ്റ് നോക്കി കൊടുക്കുക. ദെൻ സാങ്ഷൻ ഓർഡർ ഡേറ്റും അത് ഒരു പ്രൊസീഡിങ്സ് ഓരോ ജില്ലയ്ക്ക് ഒരുമിച്ചാണ് അഡ്വാൻസിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ഇറങ്ങിയിരുന്നത്. അതിൻ്റെ ഡേറ്റും സാങ്ഷൻ ഓർഡർ നമ്പറും നോക്കി കൊടുക്കുക. ദെൻ എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തത് 7500 ആണ്, 7500 ആണ്. നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് മുഴുവൻ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചിലവായത് മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ചിലവായതിൻ്റെ മുകളിൽ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇനി അലോട്ട് ചെയ്തതിൽ കൂടുതൽ ചിലവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്തത് ഇപ്പോൾ ക്ലെയിം ചെയ്ത് അഡീഷണൽ എമൗണ്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ. ഇവിടെ ഞാൻ ഒരു സ്കൂളിൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ 7500 അലോട്ട് ചെയ്തു. 7281 രൂപയാണ് നമുക്ക് ചിലവായിരിക്കുന്നത്. അത് മാത്രമേ നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ, 7281. അത് ശ്രദ്ധിക്കണം. എത്രയാണോ നമുക്ക് ചിലവായിട്ടുള്ളത് അത് മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് 219 രൂപ നമുക്ക് സറണ്ടർ ചെയ്യേണ്ട എമൗണ്ടാണ്, തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. നമ്മൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് റീഫണ്ട് അടയ്ക്കേണ്ട. ഓൾറെഡി നമുക്ക് അലോട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ സറണ്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കാം. ഇതാണ് ക്ലെയിം എൻട്രി ഡീറ്റെയിൽസ്. ഫ്രം ടു കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, സാങ്ഷൻ ഓർഡർ പ്രൊസീഡിങ്സ് നോക്കി കൊടുക്കുക, സാങ്ഷൻ ഡേറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്ര രൂപയാണ് നമുക്ക് ആക്ച്വൽ ചിലവായിട്ടുള്ളത്. ഇനി ആക്ച്വൽ ചിലവായ എമൗണ്ട് അലോട്ട് ചെയ്തതിൻ്റെ കൂടുതലാണെങ്കിലും
നമുക്ക് അലോട്ട് ചെയ്ത എമൗണ്ടേ ഇവിടെ ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് ബാക്കി അതിൻ്റെ പുറമെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അഡീഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ലൈറ്റിലേക്ക് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. ഡേറ്റ് ഫോർമാറ്റ് തെറ്റിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് ഈസ് ഫ്യൂച്ചർ ഡേറ്റ്, ടു ഡേറ്റ് ഈസ് ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ അത് പണ്ടൊക്കെ പറ്റുമായിരുന്നു, ഇപ്പോൾ അത് സൂട്ടബിളായിട്ട് കൊടുക്കുക. സോ ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കണ്ട, ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. സോ ഓക്കെ, സേവ് ചെയ്യുക. സേവ്ഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ ഫ്യൂച്ചർ ഡേറ്റ് ഇപ്പോൾ അലൗഡ് അല്ല, അപ്പോൾ അത് ടു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ദെൻ അല്ലെങ്കിൽ ഫ്രമ്മും ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി, നോ ഇഷ്യൂസ്. ദെൻ ഡിഡക്ഷൻ ഡീറ്റെയിൽസ്, ഇവിടെ നമുക്ക് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഒന്നുമില്ല, നമുക്ക് തിരിച്ച് ഇപ്പോൾ റീഫണ്ട് അടയ്ക്കുന്നില്ല, നമുക്ക് സറണ്ടർ ചെയ്താൽ മതി എടുക്കാത്തത് കൊണ്ട്. ദെൻ സ്കിപ്പ് ചെയ്തു. ദെൻ ഇവിടെയാണ് നമുക്ക് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൊടുക്കാൻ നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാം. എക്സാമിനൊക്കെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മാനുവലി ആഡ് ചെയ്യാം. പിന്നെ ഓൾറെഡി ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പിക്ക് ലിസ്റ്റ് കൊടുക്കാം. ദെൻ CSV ഫയൽ ഈ എക്സാമിൽ നിന്ന് അവൈലബിൾ ആയതുകൊണ്ട് ഫയൽ അപ്ലോഡ് ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് ആണ് ഏറ്റവും ഈസി. ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസ് CSV ഫയലിൽ നിന്നുള്ള അപ്ഡേറ്റ് ചെയ്ത് വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലെങ്ത്ത് കൂടുതലുള്ള അക്കൗണ്ട് നമ്പറുകളുടെ, പ്രത്യേകിച്ച് SBIക്ക് ഒന്നും പ്രശ്നം വരാറില്ല. ലെങ്ത്ത് കൂടുതലുള്ള സിൻഡിക്കേറ്റ് ബാങ്ക്, മറ്റുള്ള ബാങ്കുകൾക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തെറ്റ് വരാറുണ്ട്. അവസാനത്തെ കുറേ നമ്പറുകൾ 000 ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട, CSV ഫയലിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നമ്പർ നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് അത് ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് 10 അക്കത്തിലുള്ള SBIയുടെ നമ്പറിലൊന്നും കൺഫ്യൂഷൻസ് വരാറില്ല. 10 അക്കത്തിൽ കൂടുതലുള്ള നമ്പറുകളെല്ലാം തെറ്റ് വരാറുണ്ട്. ഇത്തരം നമ്പറുകളിൽ, ഈ കാണുന്ന നമ്പറുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നമ്പറുകളുടെ അവസാന നമ്പറുകളെല്ലാം 0 ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ വെച്ച് കറക്റ്റ് ചെയ്യുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ക്ലെയിം ചെയ്യുന്ന 7281 രൂപ തന്നെ വരണം. എല്ലാ ബെനിഫിഷ്യറി ഡീറ്റെയിൽസും ആഡ് ചെയ്ത് അവരുടെ സൂട്ടബിളായിട്ടുള്ള എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ, എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇവിടെ വരുന്ന ടോട്ടൽ എമൗണ്ട് അത് ഓട്ടോമാറ്റിക്കാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി സമ്മപ്പിംഗ് ആണ്. 7281 തന്നെ വന്നിരിക്കണമെങ്കിൽ മാത്രമേ സേവ് ആവുകയുള്ളൂ. സോ അപ്പോൾ ഇവിടെ ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ടും നമുക്ക് എല്ലാവർക്കും ബെനിഫിഷ്യറിയുടെ ടോട്ടൽ എമൗണ്ടും സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടാബ് ഞെക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും സാധിക്കും. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് നോട്ടിഫൈ ചെയ്ത് തരും. ഓക്കെ, നെയിം ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സ്, ദാറ്റ് മീൻസ് ഡോട്ട് പോസിബിൾ അല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഡോട്ട് പോസിബിൾ അല്ല. അഗെയിൻ സേവ് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. മിസ്റ്റേക്കുകളൊന്നും ഇല്ലെങ്കിൽ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് മെസ്സേജ് വരും. അപ്പോൾ വേറൊരു കാര്യം ഓർപ്പിക്കുന്നു, അപ്പോൾ ഡോട്ടൊന്നും പേരിൻ്റെ ഇടയിൽ നമുക്ക് ഒറിജിനൽ പേരിൽ അതൊക്കെ ഉണ്ടാവും, CSV ഫയലിൽ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ കയറി വരും. അപ്പോൾ ഡോട്ട് ഉണ്ടെങ്കിൽ, അനാവശ്യമായ സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സ്പേസ് അലൗഡാണ്, പക്ഷേ ഡോട്ട് അലൗഡ് അല്ല. സോ സക്സസ്ഫുള്ളി സേവ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പ്രൊസീജിയർ ഈസ് ഓക്കെ. ദെൻ വി ക്യാൻ അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് ക്ലെയിം എൻട്രി, ദെൻ നമുക്ക് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് സ്കിപ്പ് ചെയ്തു, ദെൻ ബെനിഫിഷ്യറി കൃത്യമായി അപ്ലോഡ് ചെയ്തു, ദെൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ
ജസ്റ്റ് നമുക്ക് ഡ്രാഫ്റ്റ് കാണാൻ ഓപ്ഷൻ ഉണ്ട്. PDF നമ്മൾ തയ്യാറാക്കിയ ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് കാണാൻ താല്പര്യമുണ്ട്. ഒരിക്കലും ഇത് നേരിട്ട് കൊടുക്കരുത്, കാരണം ഇതിൽ ഡ്രാഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് അവർ അനുവദിക്കില്ല. സോ ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ബിൽ എൻട്രി. സോ ഡീറ്റെയിൽ സക്സസ്ഫുള്ളി ബിൽ എൻട്രി പ്രൊസീജിയർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കാം. ബിൽ സെൻഡ് ഫോർ അപ്രൂവൽ. സോ ഒരു ബിൽ എൻട്രിയുടെ സെറ്റിൽമെൻ്റ് ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും ഒരു ബിൽ എൻട്രിയുടെ ബിംസിലെ ഒരു ബിൽ എൻട്രിയുടെ DDO ലോഗിനിലുള്ള പ്രൊസീജിയറുകളാണ് ഞാനിവിടെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ DDO ലോഗിൽ നിന്ന് ലോഗൗട്ടായി DDO അഡ്മിൻ ലോഗിനിൽ കയറണം. ഓക്കെ, അപ്പോൾ നമ്മൾ DDO ലോഗിനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്ത ബില്ല് ഇവിടെ നമുക്ക് DDO അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് DDO അഡ്മിൻ ലോഗിനിൽ കയറി കഴിയുമ്പോൾ അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ബിൽ അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ വി ഹാവ് ഇൻബോക്സ് ആൻഡ് ഔട്ട് ബോക്സ്. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഇൻബോക്സ് ഉണ്ട്, ഔട്ട് ബോക്സ് ഉണ്ട്. പലർക്കും ഞാൻ ഔട്ട് ബോക്സിലുണ്ടാവുമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. ഇവിടെയാണ് ഇൻബോക്സ്, ഇതാണ് ഔട്ട് ബോക്സ്. ഇപ്പോൾ ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് PDF ചെക്ക് ചെയ്ത് നോക്കാം. ഫൈനൽ കൺഫർമേഷൻ ഒന്നുകൂടി നടത്തി നോക്കാം. ബെനിഫിഷ്യറി ലിസ്റ്റും ഒക്കെ എടുത്ത് നോക്കാം. ദെൻ നമുക്ക് ഗോ കൊടുക്കുക. സോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഓക്കെ എന്നോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് എന്നോ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ബില്ല്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെയും നമുക്ക് PDF കാണുമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് റിജക്റ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും DDO ലോഗിനിൽ പോയി നമുക്ക് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, ദെൻ അപ്രൂവ് ചെയ്യുക. ദെൻ സൈൻ ആൻഡ് സേവ് കൊടുക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ബിൽ എൻട്രിയാണ്. ബിൽ എൻട്രിക്ക് അപ്രൂവൽ കൊടുക്കുമ്പോൾ നിർബന്ധമായും DDOയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമാണ്. സോ സൈൻ ആൻഡ് സേവ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ പെൻ ഡ്രൈവ് കുത്തിയിരിക്കണം, നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ DSC കുത്തിയിരിക്കണം. സോ സൈൻ കൊടുക്കുക. സോ പാസ്വേഡ് കൊടുക്കാൻ So data signed successfully, bill approved successfully. This is the procedure. So okay click ചെയ്യുക. ഇതാണ് ഒരു ബില്ലിൻ്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ നമുക്കിപ്പോൾ ഔട്ട് ബോക്സിൽ പോയി കഴിഞ്ഞ് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് റീസ്റ്റോർ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബില്ലിനെ നമ്മൾ ട്രഷറിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഈ ബില്ല് ട്രഷറിയിൽ എത്തിയിട്ടില്ല. നമ്മൾ ബില്ല് മേക്ക് ചെയ്തു, ബില്ല് അപ്രൂവ് ചെയ്തു. സോ ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാം. ഇവിടെ റീസ്റ്റോർ ചെയ്താൽ ഇൻബോക്സിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട് ബോക്സ് ഇൻബോക്സിൻ്റെ കേസ്. ഓർക്കുക, റീസ്റ്റോർ ചെയ്താൽ ഇൻബോക്സിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ അതിവിടെ വരും, ലിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ഇവിടെ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇ സബ്മിഷൻ എന്നുള്ള പറയുന്ന ഓപ്ഷനാണ്. ബില്ലിൻ്റെ കേസിൽ ബില്ലെടുക്കുക, ബിൽ ഇ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമുക്കിവിടെ ഇ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ബില്ല് നമുക്ക് ട്രഷറിയിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, ഇതാണ് ഒരു ബില്ലിൻ്റെ പ്രിപ്പറേഷൻ. സെറ്റിൽമെൻറ്റ് ബില്ലായാലും ഒരു അഡ്വാൻസ് ബില്ലായാലും നമ്മൾ ബിംസിലെ ബില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അപ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇ സബ്മിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. റെഡി ഫോർ ഇ സബ്മിറ്റ്. എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ട്രഷറിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യിക്കുകയൊക്കെ വേണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ. സോ ഓക്കെ കൊടുക്കുക. ആർ യു ഷുവർ ടു സബ്മിറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. സോ സക്സസ്ഫുള്ളി ഇ സബ്മിറ്റ്. സോ പോയി. സോ ഇനി ഔട്ട് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് അവിടെ കാണാം. ഇനി അവിടെ റിജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് റീസ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.